ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിവാലയോട്ടത്തിനായിട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായിട്ടുള്ള 2 ദിവസങ്ങളിലായി ഒരു വലിയ മഹോത്സവത്തിന് സാക്ഷിയാകുകയാണ്. ഒരു പുണ്യം തേടിയുള്ള യാത്രയിലാണ് നിരവധി ഭക്തർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നാടും നഗരവും ഒന്നാകെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാൻ, ശിവാലയോട്ടത്തിലേക്ക് പങ്കെടുക്കുവാൻ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. കന്യാകുമാരി ജില്ലയിലെ 3 താലൂക്കുകളിലായി വ്യാപിച്ച് കിടക്കുന്ന 12 ക്ഷേത്രങ്ങൾ, ആ 12 ക്ഷേത്രങ്ങളിൽ 12 ശിവക്ഷേത്രങ്ങൾ, 12 ശൈവഭാവങ്ങളടങ്ങിയ ആ ക്ഷേത്രങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ശിവാലയോട്ടം എന്ന പേരിലുള്ള ദർശനത്തിനായി ഭക്തരെത്തുന്നത്. തിരുമല ക്ഷേത്രം, തിരുമല കന്യാകുമാരി ജില്ലയിലെ മുഞ്ചിറയിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അങ്ങനെ തുടങ്ങുന്ന യാത്ര തിരുനട്ടാലം എന്ന ക്ഷേത്രത്തിൽ ഏകദേശം 70 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഈ തിരുനട്ടാലം എന്ന ക്ഷേത്രത്തിലേക്ക് അവസാനിക്കുന്നതോടുകൂടിയാണ് ഈ 12 ക്ഷേത്രങ്ങളിലെ യാത്ര അവസാനിക്കുന്നത്. 12 ക്ഷേത്രങ്ങൾ 12 ഭാവങ്ങളിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ഭാവങ്ങൾ, അങ്ങനെയുള്ള 12 ഭാവങ്ങളിലുള്ള ശൈവഭാവത്തിലുള്ള ഭഗവാനെ ദർശിച്ച് പുണ്യം തേടുക എന്നതാണ് ഈ ഒരു ചടങ്ങിൻ്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ, അതും പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തോടനുബന്ധിച്ചാണ്, ശിവരാത്രി നാളിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്, ഈ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കന്യാകുമാരി ജില്ലയിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. തിരുമല ക്ഷേത്രമാണ് ഈ ചടങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ആരംഭിക്കുന്നത്. തിരുമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 12 ക്ഷേത്രങ്ങളുടെ ദർശനത്തിലേക്ക് ഭക്തർ കടക്കുന്നത്. നിരവധി ഭക്തരാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അടക്കമുള്ള നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ചേട്ടാ, മലയാളികളാണ്? അതെ, തിരുമങ്ങാട്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടേക്ക് എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും അനുഭവം പറയാമോ? അങ്ങനെ ഇവരെല്ലാവരും തിരക്കിലാണ്, ഭക്തരായിട്ടുള്ളവരെല്ലാവരും തിരക്കിലാണ്. കാരണം ക്ഷേത്രത്തിൽ പോവുക, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തും വലിയ തിരക്കാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ദർശനം നേടിക്കൊണ്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വലിയ തിരക്കിൽ തന്നെയാണ് ഭക്തർ ഓരോരുത്തരും ഉള്ളവർ. കാരണം ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് 25 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരം വരെ ഉണ്ട്. ഇങ്ങനെയുള്ള ആ ഓരോ ദൂരം താണ്ടിയാണ് ഈ 12 ക്ഷേത്രങ്ങൾ പിന്നിടുന്നത്. അങ്ങനെ എത്രയും വേഗം ഓരോ ക്ഷേത്രങ്ങളുടെയും ദർശനം നടത്തിക്കൊണ്ട് 12 ക്ഷേത്രങ്ങളും ദർശനം നടത്തുക, 12 ക്ഷേത്രങ്ങളുടെയും ദർശനം നടത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് തന്നെ പൂർത്തിയാകുന്നത്. ആ 12 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തിരുമല ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ മുഞ്ചിറയിലുള്ള തിരുമല ക്ഷേത്രം, ആ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് തിക്കുറിശ്ശിയും തൃപ്പരപ്പും അതോടൊപ്പം തന്നെ തിരുനന്തിക്കര എന്നീ ക്ഷേത്രങ്ങൾ പിന്നിടും. അതോടൊപ്പം തന്നെ പൊന്മന എന്ന ക്ഷേത്രം, അവിടെ നിന്ന് പണിപ്പാകം എന്ന ക്ഷേത്രത്തിലേക്ക് പോകും. തുടർന്ന് കൽക്കുളം ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മേലാങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകും. പിന്നെ തിരുവിടേക്കോട് ക്ഷേത്രം, അവിടെ നിന്നും തിരുവിടാംകോട് ക്ഷേത്രം, അവിടെ നിന്ന് തൃപ്പന്നിയോട് ക്ഷേത്രം, അതിൽ ഏറ്റവും അവസാനിക്കുന്ന ക്ഷേത്രമാണ് ഇത്തരത്തിൽ തിരുനട്ടാലം എന്ന് പറയുന്ന ക്ഷേത്രം. ആ തിരുനട്ടാലം ക്ഷേത്രത്തിലെ ദർശനം കൂടി നടത്തുന്നതോടുകൂടി തന്നെ ഈ ചടങ്ങ് പൂർത്തിയാകും. ഒരു രാവും ഒരു പകലും പൂർത്തിയാക്കിക്കൊണ്ടാണ്, ഒരു രാവും ഒരു പകലും എടുത്തുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്, ഈ ശിവാലയോട്ടം നടക്കുന്നത്. അങ്ങനെ അതിന് പ്രത്യേകം വ്രതനിഷ്ഠയോടുകൂടി തന്നെ കാവി വസ്ത്രവും കാവി തോർത്തും എല്ലാം ധരിച്ചുകൊണ്ടാണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളാണ് ഈ ശിവാലയോട്ടത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. നിരവധി പേർ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ അവരുടെ ശരീരവും മനസ്സും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, ശിവഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, മഹാദേവനിൽ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ പുണ്യ തീർത്ഥയാത്ര, ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമാകുന്നു എന്നൊരു അപൂർവ നിമിഷം കൂടി നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും, ഇവിടുന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലെല്ലാം ശിവാലയോട്ടം എന്ന് പറയുമ്പോൾ അത് നടന്നും ഓടിയും ഒക്കെയാണ് ദർശനം നടത്തിയിരുന്നത്. ഇന്ന് കുറച്ച് ഭക്തർ ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ അവരുടെ വാഹനങ്ങളിലും, ഇരുചക്ര വാഹനങ്ങളിലും, കാറുകളിലുമായിട്ടെല്ലാം യാത്രകൾ നടക്കും. മറ്റ് ദൂരദേശങ്ങളിൽ നിന്നുള്ളവരടക്കം എത്തുകയും അവർ ബസ് അടക്കമുള്ളവ വിളിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഈ യാത്ര സാധ്യമാകുന്നത്. ഒരു പുണ്യം തേടിയുള്ള 12 ശിവക്ഷേത്രങ്ങൾ, 12 ശിവക്ഷേത്രങ്ങളിലേക്കുള്ള പുണ്യം തേടിയുള്ള യാത്രയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു പകലും ഒരു രാത്രിയും കൂടി പൂർത്തിയാക്കുന്നതോട്, ഈ രാത്രിയും പകലും പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു പുണ്യ തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തി കൂടിയാകും. ഓരോ വർഷവും ഈ ശിവരാത്രിയോടനുബന്ധിച്ചാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ഭക്തർ ഓരോരുത്തരും വരുന്നത്. അവർ പ്രത്യേകം പട്ടുവസ്ത്രങ്ങൾ, അതും കാവ്യ വസ്ത്രങ്ങളും എല്ലാം ധരിച്ചുകൊണ്ട് കൊടിയും എത്തിക്കൊണ്ട് ഭഗവാന്റെ
ധ്വജവും ഏന്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ യാത്രകൾ നടത്തുന്നത്. ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലാണ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാം 3 താലൂക്കുകളായിട്ടാണ് ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതെല്ലാം. ആ 3 താലൂക്കുകളിലെ 70 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിലെ ദർശനം നടത്തി പൂർത്തിയാക്കുന്നതോടുകൂടി 12 ക്ഷേത്രങ്ങൾ, 12 ശൈവ ഭാവങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ, ആ 12 ശൈവ ഭാവങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും കുളിച്ച് ദർശനം നടത്തി ആ പുണ്യം തേടുന്നതോടുകൂടി തന്നെ ഈ ഒരു ജന്മസാഫല്യത്തിന് അവരുടെ ഒരു ജന്മസാഫല്യം നേടുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന ഈ ഒരു ദർശനം തേടുന്നതോടുകൂടി തന്നെ ഭക്തരുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധി വന്നുകൊണ്ട് അവരൊരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ മനസ്സിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് അനുഭവിക്കാൻ കഴിയും, മാനസികമായിട്ട് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഒരു ആത്മീയതയുടെ ഒരു ലഹരിയാണ് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. 12 ഈ ക്ഷേത്രങ്ങളിലൂടെ ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നടന്നുമൊക്കെ സഞ്ചരിച്ചാണ് പോകുന്നത്. നടന്ന് സഞ്ചരിച്ച് പോകുന്ന ഭക്തർക്കായിട്ട് പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ കനത്ത സുരക്ഷയുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവർ യാത്ര ചെയ്യുന്നവർ, കുട്ടികളടക്കം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കനത്ത സുരക്ഷ എല്ലായിടത്തും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യാത്ര ചെയ്ത് പോകുന്ന ഭക്തർക്കായിട്ടുള്ള ഭക്ഷണങ്ങളടക്കം, ലഘുഭക്ഷണങ്ങളും പാനകവും അടക്കമുള്ളവ സജ്ജീകരിച്ചുകൊണ്ട് അതത് പ്രദേശങ്ങളിലെ പ്രദേശത്തുള്ളവരും ഇത്തരത്തിൽ ഈ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു യാത്ര, ശിവാലയോട്ടം, ആ യാത്ര ഒരു പരിസമാപ്തിയിലേക്ക് പിന്നീട് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു രാത്രിയും ഇനിയുള്ള പകലുമെല്ലാം ആ ശിവാലയോട്ടത്തിൻ്റെ പുണ്യ നിർവൃതിയിലാണ് ഭക്തർ ഓരോരുത്തരും.